ഈ കുട്ടിയെ ഉപയോഗിച്ച് പോക്സോ ആക്ടിൻ്റെ ബലത്തിൽ അയാളെ കൊടുക്കാൻ വേണ്ടി അമ്മ മകളെ ഉപയോഗിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതിജീവിത പറഞ്ഞത് ശുചിമുറിയും 164 സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞതും അതേ ശുചിമുറിയാണ്. പിന്നെ എങ്ങനെയാണ് ഈ ശുചിമുറി പെട്ടെന്ന് മാറിയത്? എല്ലാം ഈ കുട്ടി പറഞ്ഞത് മുഴുവൻ തെറ്റാണെന്നേ. അത്രമാത്രം വിദ്വേഷം അധ്യാപകനോട് ഈ CAA പ്രക്ഷോഭത്തെ എതിർത്തതിൻ്റെ പേരിൽ, പൗരത്വ നിയമത്തെ അനുകൂലിച്ചതിൻ്റെ പേരിൽ അവിടുത്തെ മുസ്ലിം തീവ്രവാദികൾക്കുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ജനുവരി 26 കുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് കുട്ടി മൊഴി കൊടുത്തത്. ജനുവരി 26 രേഖകൾ നോക്കുമ്പോൾ അധ്യാപകൻ അന്ന് സ്കൂളിൽ വന്നിട്ടില്ല. ശ്രീ RV ബാബു, പാലത്തായി കേസുമായി ബന്ധപ്പെട്ടുള്ള പുതിയ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ വരികയാണ്. അതായത് ഒരു മുൻ DYSP റഹീം ചെമ്മനാട് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ 2 പോസ്റ്റുകൾ ഇട്ടു. ആദ്യം ഇട്ടത് ഈ വിധി വന്ന സമയത്തായിരുന്നു. അതായത് ഈ പോക്സോ കേസ് എങ്ങനെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു അദ്ദേഹം പോസ്റ്റ് ഇട്ടത്. പക്ഷേ അതിന് മറുപടിയായിട്ട് ഈ കേസ് വീണ്ടും അന്വേഷിച്ച ഇപ്പോൾ CPM-ന് വേണ്ടി ഇലക്ഷൻ നിൽക്കുന്ന ഒരു DYSP അതിന് മറുപടിയായിട്ട്, മുൻ DYSP അതിന് മറുപടിയായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതിന് മറുപടിയായി ഇപ്പോൾ റഹീം ഇന്ന് വീണ്ടും പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അതിൽ വളരെ വിശദമായി പാലത്തായി കേസിനെക്കുറിച്ച് വളരെ സംശയങ്ങളുണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇപ്പോൾ ഈ റഹീം ചെമ്മനാട് അദ്ദേഹം കാസർഗോഡ് കണ്ണൂർ DCRB DYSP ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. ഈ പാലത്തായി കേസിൻ്റെ വിധി വന്നതിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് അദ്ദേഹം ഇട്ട പോസ്റ്റ് വളരെ റിലവൻ്റ് ആയിരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞത് ഈ പോക്സോ വകുപ്പ് എങ്ങനെയാണ് ദുരുപയോഗം ചെയ്യപ്പെടുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ്. അപ്പോൾ അത് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ സാധാരണഗതിയിൽ പോക്സോ കേസിൽ ഇരകളാക്കപ്പെടുന്ന കുട്ടികളുടെ മൊഴിയാണ് 99% വിശ്വാസത്തിലെടുക്കുന്നത്. അങ്ങനെ വിശ്വാസത്തിലെടുക്കുന്നു. ബാക്കിയുള്ള സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് അല്ലെങ്കിൽ മറ്റ് തെളിവുകൾ ഒക്കെ ഗൗരവമായിട്ട് ആരും എടുക്കാറില്ല, ജഡ്ജസ് എടുക്കാറില്ല. അതുകൊണ്ട് കുട്ടികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ശിക്ഷ വിധിക്കുമ്പോൾ അതിൻ്റെ കൺവിക്ഷൻ റേറ്റും കൂടും. അതുകൊണ്ട് പോക്സോ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളുടെ കൺവിക്ഷൻ റേറ്റും കൂടുതലായിരിക്കും. ഇത് സത്യത്തിൽ ഒരുപാട് ആളുകളെ കെണിയിൽപ്പെടുത്താൻ അല്ലെങ്കിൽ ഉപദ്രവിക്കാനായിട്ട് ഈ പോക്സോ ആക്ട് ഉപയോഗിക്കുന്നുണ്ട്. പാലത്തായി കേസ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതിന് മറുപടിയായിട്ടാണ് ഈ കേസ് അന്വേഷണം നടത്തിയ ഏറ്റവും ഒടുവിലത്തെ ഉദ്യോഗസ്ഥനും ഇപ്പോൾ CPM-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ശ്രീകണ്ഠേശ്വരത്ത് മത്സരിക്കുന്ന DYSP, റിട്ടയർഡ് DYSP രത്നകുമാർ ഈ പാലത്തായി കേസിനെ സംബന്ധിച്ചുള്ള ഫയൽ പോയിട്ട് ഒന്ന് അന്വേഷിക്കണം, എന്നാൽ ഇതുപോലെ എഴുതുമായിരുന്നില്ല എന്ന് പരിഹസിച്ചുകൊണ്ട് രത്നകുമാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നടത്തിയ നടപടിക്രമങ്ങൾ മുഴുവൻ അദ്ദേഹം എഴുതി, ഈ അതിജീവിത പറഞ്ഞ കാര്യങ്ങൾ എഴുതി, ഇത്തരം കാര്യങ്ങൾ എഴുതിയിട്ട് മറുപടി പറഞ്ഞത്. അതിൻ്റെ മറുപടിയായിട്ടാണ് റഹീം ചെമ്മനാട് വീണ്ടും വളരെ വിശദമായി അദ്ദേഹത്തിൻ്റെ മറുപടി വായിക്കുമ്പോൾ എന്തൊക്കെ ലൂപ്പ് ഹോൾസ് ഈ കാര്യത്തിലുണ്ട്, എങ്ങനെ ആസൂത്രിതമായിട്ട് ഈ കേസ് കെട്ടിച്ചമച്ചു, എങ്ങനെ ആസൂത്രിതമായി പത്മരാജനെ ജയിലിലടക്കാൻ വേണ്ടി ഗൂഢാലോചനകൾ നടന്നു എന്നതിനെ സംബന്ധിച്ച് വ്യക്തമാവും നമുക്ക്. അപ്പോൾ റഹീം ചെമ്മനാടിൻ്റെ ഈ അവസാനത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് കേരളം ചർച്ച ചെയ്യേണ്ടതാണ്. എങ്ങനെ പോക്സോ കേസിൽ ഈ പാലത്തായി കേസ് സൃഷ്ടിക്കപ്പെട്ടു, ഈ പത്മരാജനെ ജയിലിലടക്കാൻ വേണ്ടി ഏതെല്ലാം തരത്തിൽ തെളിവുകൾ അട്ടിമറിക്കപ്പെട്ടു എന്നതിനെ സംബന്ധിച്ചുള്ള വിശദമായ കാര്യങ്ങൾ നമുക്ക് ഈ റഹീമിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് വായിക്കാൻ പറ്റും. പൊതുവേ ഈ പോക്സോ കേസ് ദുരുപയോഗം നടത്തിയിട്ടുള്ളത് നമ്മൾ കേട്ടിട്ടുള്ളത് പലപ്പോഴും ഈ വിവാഹമോചിതർ അല്ലെങ്കിൽ അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആയിട്ട് നടന്നത്. അപ്പോൾ ഇവരൊക്കെ കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇത് കൊടുക്കാൻ വേണ്ടി ചെയ്യുകയും പലരും അകത്താവുകയും പിന്നെ കുറേ വർഷം കഴിഞ്ഞ് അവർ പുറത്ത് വരുന്ന സമയത്ത് അവരുടെ ഇൻ്റർവ്യൂ മാധ്യമങ്ങൾ എടുക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് തന്നെ പല ആളുകളുടെയും പോക്സോ കേസിൽ നിരപരാധികളായി അകത്ത് പോയിട്ട് പുറത്തു വന്ന പലരുടെയും കാര്യങ്ങൾ കുടുക്കിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പത്മരാജൻ എന്നുള്ള ആൾ, അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടമായി, അത്രത്തോളം മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ചു. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ എത്ര വലിയ ദ്രോഹമാണ് അദ്ദേഹത്തോട് ചെയ്യുന്നത്? വളരെ വലിയ ദ്രോഹമാണ്. പൊറുക്കാനാവാത്ത, ഒരു തരത്തിൽ പറഞ്ഞാൽ മനുഷ്യത്വരഹിതമായ ഒരു ക്രൂരതയാണ് പത്മരാജൻ എന്ന അധ്യാപകനോട് ചെയ്തത്. അതിന് ചെയ്യാനുള്ള ഇത്രയും വലിയ വിദ്വേഷം അദ്ദേഹത്തോട് എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്.
അതിൻ്റെ പശ്ചാത്തലം നോക്കുമ്പോൾ ഈ സാധാരണഗതിയിൽ ഇപ്പോൾ കുടുംബത്തിൽ വീട്ടിൽ ഭാര്യ ഭർത്താവിനെ കൊടുക്കാൻ വേണ്ടി മകളെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഭർത്താവ് ഇങ്ങനെ കുടുംബ ബന്ധങ്ങളിൽ ഇത്തരത്തിൽ പോക്സോ ആക്ട് ദുരുപയോഗം ചെയ്യാറുണ്ട്. ഈ കഴിഞ്ഞ ഒരു 2 മാസം മുൻപാണ് നമ്മൾ ഇടുക്കിയിലെ ഒരു അധ്യാപകൻ 10 വർഷക്കാലം ജയിലിൽ കിടന്നിട്ട് പുറത്തു വന്ന വാർത്ത വായിച്ചത്. അത് വിദ്യാർത്ഥിനികൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയതാണ്. അത് പോക്സോ ആക്ടിൻ്റെ പരിധിയിൽ തന്നെ ആയിരുന്നോ എന്ന് എനിക്കറിയില്ല കൃത്യമായിട്ട്. പക്ഷേ പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്നുള്ള ലൈംഗിക പീഡനം നടത്തിയെന്നുള്ള കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് അധ്യാപകൻ 10 വർഷക്കാലം കിടന്നത്. പുറത്തു വന്നിട്ട് കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു, ഇത് കെട്ടിച്ചമച്ച കേസാണെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് അട്രോസിറ്റീസ് ആക്ട്, SC/ST അട്രോസിറ്റീസ് ആക്ട്, പോക്സോ ആക്ട് തുടങ്ങിയവയൊക്കെ ആളുകളെ മനഃപൂർവ്വം കെണി കൊടുക്കാൻ അല്ലെങ്കിൽ ദ്രോഹിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ വലിയ ഉദാഹരണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ കേസിൽ തന്നെ ഒരു ഉദാഹരണം ഞാൻ പറയാം. എങ്ങനെയാണ് ഈ കുട്ടിയെ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ തങ്ങൾക്കെതിരായി വരുന്ന ആൾക്കാരെ അല്ലെങ്കിൽ തങ്ങളോട് യോജിക്കാത്ത ആൾക്കാരെ കെണിയിൽപ്പെടുത്താൻ ഈ പോക്സോ ആക്ട് എങ്ങനെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉദാഹരണമാണ്. പൊയിലൂരുള്ള ഒരു വ്യക്തിക്കെതിരെ പെൺകുട്ടിയുടെ അമ്മ ഒരു പരാതി കൊടുത്തിരുന്നു. അതായത് പത്മരാജൻ മാഷ് ഒരു ദിവസം ഈ സംഭവം ഉണ്ടായതിന് ശേഷം, പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് ശേഷം പത്മരാജൻ മാഷ് ഒരു ദിവസം ഈ കുട്ടിയെയും കൊണ്ട് പൊയിലൂരിലുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു. ആ സുഹൃത്ത് ഈ കുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ്. ഈ കേസ് അന്വേഷിച്ചിട്ട് ഈ കേസ് കെട്ടിച്ചമച്ചതാണ്, ഫാബ്രിക്കേറ്റഡ് ആണ്, ഫാൾസ് ആണ്, പൊളിറ്റിക്കലി ആൻഡ് കമ്മ്യൂണലി മോട്ടിവേറ്റഡ് ആണ് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തത് കേസ് അന്വേഷണം നടത്തിയിട്ടുള്ള അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന DYSP ആണ്. ഈ കേസിനെക്കുറിച്ച് ഇവരാരും മിണ്ടുന്നില്ലല്ലോ. ഈ പൊയിലൂരിൽ പോയിട്ട് പീഡനം നടത്തിയ ആളെ അറസ്റ്റ് ചെയ്യണമെന്നോ അയാളെ പോക്സോ ആക്റ്റിൽ പെടുത്തണമെന്നോ അയാളെ അകത്താക്കണമെന്നോ ഇവരാരും മിണ്ടുന്നില്ലല്ലോ. കാരണം ഈ കേസ് വ്യാജമാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ കുട്ടിയെ ഉപയോഗിച്ച് പോക്സോ ആക്ടിൻ്റെ ബലത്തിൽ ഈ അയാളെ കൊടുക്കാൻ വേണ്ടി അമ്മ മകളെ ഉപയോഗിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇതേ കാര്യം തന്നെ പത്മരാജൻ്റെ കാര്യത്തിലും സംഭവിച്ചു. അപ്പോൾ പോക്സോ ആക്ട് തങ്ങളോട് യോജിക്കാത്ത അല്ലെങ്കിൽ ആ അധ്യാപകൻ്റെ സുഹൃത്ത് ചെയ്ത തെറ്റെന്താണ്? അധ്യാപകൻ്റെ സുഹൃത്ത് പത്മരാജനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചപ്പോൾ പത്മരാജനെ പിന്തുണച്ചുകൊണ്ട് പത്മരാജൻ നിരപരാധിയാണ്, ഈ കേസ് ശരിയായ വിധത്തിൽ അന്വേഷിക്കണം എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ആ ഒറ്റക്കാരനെ കൊണ്ടാണ് അധ്യാപകൻ്റെ സുഹൃത്തിനെ കൂടി ഈ പോക്സോ ആക്റ്റിൽ പെടുത്താൻ ശ്രമിച്ചത്. അപ്പോൾ പോക്സോ ആക്ട് എങ്ങനെ ദുരുപയോഗം ചെയ്യുന്നു ഈ കേസിൽ? ഇത് നമ്മുടെ മുമ്പിലുണ്ട്. ഇവരാരെങ്കിലും ഈ വിഷയം പറയാൻ തയ്യാറുണ്ടായിട്ടുണ്ടോ? ഇത് മൂടി വയ്ക്കുകയാണ്, സപ്രസ് ചെയ്യുകയാണ്, ഈ കേസെ സപ്രസ് ചെയ്യുന്നു. കാരണം വെച്ചാൽ ഈ പെൺകുട്ടിയുടെയും അമ്മയുടെയും വിശ്വാസ്യത അതോടെ തകർന്ന് തരിപ്പണമാവുകയാണ്. ഈ രത്നകുമാർ ഈ കേസിനെ കുറിച്ച് എന്തേ മിണ്ടാതിരുന്നത്? എവിടെയും രത്നകുമാർ മിണ്ടുന്നില്ല. അപ്പോൾ ഇതെല്ലാം ആസൂത്രിതമായിട്ട് പോക്സോ ആക്ടിനെ ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ഈ കേസിൽ തന്നെ കാണാൻ സാധിക്കും. ഇതിൽ പറയുന്നുണ്ട്, ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെയാണ് അതിജീവിത സംഭവ സ്ഥലം മാറ്റി പറയുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ എന്ന് റിട്ടയർഡ് DYSP പറയുകയാണ്. അതിജീവിത തുടക്കം മുതൽ ഈ സ്ഥലത്തെക്കുറിച്ച് പറയുന്നത് ലോക്കൽ പോലീസ് അന്വേഷിച്ചപ്പോഴും അതിനുശേഷം ഉള്ള ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോഴും 9 തവണ മൊഴി കൊടുത്തു. ഈ 9 തവണ മൊഴി കൊടുത്തപ്പോഴും അതിജീവിത പറഞ്ഞത് വിദ്യാർത്ഥിനികൾ ഉപയോഗിക്കുന്ന ആ ശുചിമുറി എന്നാണ്. ആ മുറിക്ക് കൊളുത്തില്ല. അപ്പോൾ ശ്രീജിത്ത് IPSൻ്റെ ഫോൺ സംഭാഷണത്തിലൂടെയാണ് ഈ കുട്ടി പറയുമ്പോൾ അതിനകത്ത് വിശ്വസിക്കാൻ നിവൃത്തിയില്ല, കൊളുത്തില്ലാത്ത മുറിയിലാണ് നടന്നത് എന്നത് മനസ്സിലാക്കിയിട്ട് പിന്നീടാണ് ഈ മുറി തന്നെ മാറ്റുന്നത്. ശുചിമുറിയും മാറ്റിയിട്ട് അധ്യാപകർ ഉപയോഗിക്കുന്ന മുറി എന്നുള്ളത് വാദം വരുന്നത് പിന്നീടാണ്. അപ്പോൾ അതുവരെ, അതായത് IPS ഉദ്യോഗസ്ഥയായിട്ടുള്ള രേഷ്മ രമേശനടക്കം ഓഡിയോ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് എടുത്ത മൊഴിയിലും കുട്ടി പറയുന്നത് ഈ വിദ്യാർത്ഥിനികൾ ഉപയോഗിച്ച കൊളുത്തില്ലാത്ത മുറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ? ഇതൊന്നും രത്നകുമാർ കണക്കിലെടുത്തിട്ടില്ല. ഈ കുട്ടിയുടെ മൊഴി എല്ലാ കാര്യത്തിലും പരസ്പര വിരുദ്ധമാണ്. കാരണം ഇത് 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളതാണ് മജിസ്ട്രേറ്റിന് മുമ്പാകെ. 164 സ്റ്റേറ്റ്മെൻറ്റ് മജിസ്ട്രേറ്റിന് മുമ്പാകെ രഹസ്യമായി ഒരാളുടെയും സമ്മർദ്ദമില്ലാതെ കുട്ടി മജിസ്ട്രേറ്റിന് മുമ്പാകെ കൊടുത്ത മൊഴിയിലും ഈ ശുചിമുറിയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സംഭവങ്ങൾ മുഴുവൻ അതിൻ്റെ ഡേറ്റുകൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നോക്ക്, ജനുവരി 26 ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്.
ജനുവരി 26 തെറ്റ് വരാൻ സാധ്യമല്ലല്ലോ. ബാക്കിയുള്ള ഡേറ്റുകൾ ഇപ്പോൾ ജനുവരി 15 മുമ്പുള്ള ഒരു ഡേറ്റ് തെറ്റിപ്പോയി, കുട്ടിയുടെ ഓർമ്മയിലില്ല, സമ്മതിച്ചു. ജനുവരി 26 കുട്ടിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. കാരണം കുട്ടിയാണെങ്കിൽ ബുദ്ധിശാലിയായുള്ള കുട്ടിയാണ്, പഠിക്കാൻ മിടുക്കിയായിട്ടുള്ള കുട്ടിയാണ്, എബവ് ആവറേജ് ഇൻ്റലിജൻസ് ഉള്ള കുട്ടിയാണ് എന്നൊക്കെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് LSSൽ കുട്ടി പഠിക്കുന്നത്. ജനുവരി 26 കുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് കുട്ടി മൊഴി കൊടുത്തത്. ജനുവരി 26 രേഖകൾ നോക്കുമ്പോൾ അധ്യാപകൻ അന്ന് സ്കൂളിൽ വന്നിട്ടില്ല. പരസ്പര വിരുദ്ധമാണ് മൊഴികൾ. ഇതൊന്നും ഈ അന്വേഷണ സംഘം ഏറ്റവും ഒടുവിലത്തെ രത്നകുമാർ കണക്കിലെടുത്തിട്ടില്ല. അതാണ് അതിനകത്തുള്ള ഒരു പരസ്പര വിരുദ്ധമായ കാര്യം. ഇനി ഞാൻ വേറൊരു പരസ്പര വിരുദ്ധമായ കാര്യം പറയാം. ഇപ്പോൾ രക്തക്കറ കണ്ടെത്തി എന്ന് പറഞ്ഞു. 11 മാസങ്ങൾക്ക് ശേഷമാണ് രക്തക്കറ കണ്ടെത്തുന്നത് കേട്ടോ. അല്ല, അതിന് പറ്റുന്ന രക്തക്കറ ഉണ്ടെന്ന് പോലും പറയുന്നില്ല. മനുഷ്യരുടെ രക്തക്കറയാണെന്ന് പോലും പറഞ്ഞിട്ടില്ല. സയന്റിഫിക് എക്സ്പെർട്ട് പറഞ്ഞിട്ടുള്ളത് ഇത് മനുഷ്യരുടെ രക്തക്കറയാണെന്ന് പോലും കണ്ടെത്താനുള്ള അളവിൽ രക്തമില്ല എന്നാണ്. അതെ, 24ഓളം സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു ബാത്റൂമിൽ നിന്ന് രക്തക്കറ കണ്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ സത്യത്തിൽ. അപ്പം ഇത് ആസൂത്രിതമായിട്ട് കെട്ടിച്ചമച്ച ഒരു കേസാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ പത്മരാജൻ്റെ കേസിൽ. 2/2/2020 പ്രതി തന്നെ പീഡിപ്പിച്ചതിന് ശേഷം തൊട്ടടുത്ത ടൗണിലുള്ള ഹോട്ടലിലേക്കും പിന്നീട് അമ്പലത്തിലേക്കും പിന്നീട് ഒരു ഒഴിഞ്ഞ വീട്ടിലേക്കും കൊണ്ടുപോയെന്നും അവിടെ വെച്ച് മറ്റൊരാൾ പീഡിപ്പിച്ചുവെന്നും അതിജീവിത മൊഴി നൽകിയിട്ടുള്ളതാണ്. ഇതിനുവേണ്ടി ബോധപൂർവം ബുള്ളറ്റിൻ്റെ നമ്പർ പോലും അതിജീവിതയുടെ ബന്ധുക്കളെ കൊണ്ടുപോലും പറയിച്ചിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു സംഭവം തന്നെ നടന്നിട്ടില്ലെന്ന് ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ ക്രൈംബ്രാഞ്ച് തെളിയിച്ചതാണ്. ഞാനതാണ് നേരത്തെ പറഞ്ഞത്. ബുള്ളറ്റിൽ 5000 നമ്പർ ബുള്ളറ്റിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ്. ആ കേസിനെ സംബന്ധിച്ച് ഒരു മിണ്ടാത്തെ, അത് ഒരു പീഡനമല്ലേ? എന്തേ അയാൾ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടാത്തെ? എന്ന് വെച്ചാൽ അത് വ്യാജ പരാതിയാണ് തെളിഞ്ഞു. അപ്പോൾ വ്യാജ പരാതി ഉണ്ടാക്കുക എന്നുള്ളത് ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയാണെന്നുള്ളതിൻ്റെ അർത്ഥം. ഈ രത്നകുമാർ അതിനെക്കുറിച്ച് എന്താ? രത്നകുമാറിൻ്റെ ട്രാക്ക് റെക്കോർഡ് വളരെ മോശം റെക്കോർഡാണ്. രത്നകുമാർ അവിടെ CPMൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ഒക്കെ അടങ്ങുന്ന ആളുകളുടെ നേതൃത്വത്തിൽ ഒരു ജ്വല്ലറി തല്ലിപ്പൊളിച്ച കേസിൽ മഹസർ കൃത്യമായി തയ്യാറാക്കിയതില്ല എന്നുള്ള നിലയ്ക്ക് വകുപ്പ് തല നടപടി നേരിട്ട ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം സംശയാസ്പദമായ ഒരു ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനാണ് ഈ രത്നകുമാർ. അതുകൊണ്ടാണ് രത്നകുമാർ ഈ കാര്യങ്ങളൊന്നും പരിഗണിച്ചിട്ടില്ലല്ലോ. ഈ ഞാൻ നേരത്തെ പറഞ്ഞ രക്തക്കറയുടെ കാര്യം അല്ലെങ്കിൽ ജനുവരി 26 കാര്യം, ഇതൊന്നും. ഇനി അമ്മയെ വിസ്തരിച്ചോ? അമ്മ 9ാം സാക്ഷിയാണ്. അമ്മയാണ് പരാതിക്കാരി. അമ്മയാണ് പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നത്, ഹൈക്കോടതിയിൽ പരാതി കൊടുത്തിരിക്കുന്നത്, പുതിയ അന്വേഷണ സംഘം വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അമ്മയെ വിസ്തരിച്ചിട്ടില്ല. ഈ ശുചിമുറി കാണിച്ചു കൊടുത്തത് എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും കാണിച്ചു കൊടുത്തത് ആരാ? ഈ കുട്ടിയോടൊപ്പം കുട്ടിയുടെ ഇളയമ്മയാണ്. അവർ ചൂണ്ടിക്കാണിച്ച ശുചിമുറിയാണ് അതുവരെ പോലീസ് രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അതിജീവിത പറഞ്ഞത് ശുചിമുറിയും 164 സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞതും അതേ ശുചിമുറിയാണ്. പിന്നെ എങ്ങനെയാണ് ഈ ശുചിമുറി പെട്ടെന്ന് മാറിയത്? അപ്പം ഇതൊക്കെ ആസൂത്രിതമായിട്ട്. ഇനി അവിടെ അറബി പഠിപ്പിച്ചിരുന്ന ഒരു ടീച്ചറുണ്ട്. ആ ടീച്ചറുടെ മൊഴിയെ സംബന്ധിച്ച് എന്താ രത്നകുമാർ ഒന്നും മിണ്ടാത്തത്? അത് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അതെ, രത്നകുമാർ മിണ്ടുന്നില്ല അതിനെ സംബന്ധിച്ച്. അപ്പം ഇതെല്ലാം ഇതിനെ സംബന്ധിച്ച്. ഇനി മറ്റൊന്ന്, ഈ നമ്മുടെ കൗൺസിലേഴ്സിനെ സസ്പെൻഡ് ചെയ്തു. ഒരു കൗൺസിലറെ സസ്പെൻഡ് ചെയ്തു, വാർത്ത വന്നു. സസ്പെൻഡ് ചെയ്തല്ലോ. അത് ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത് ഈ കൗൺസിലർക്കെതിരെ നടപടി എടുക്കണമെന്ന്. എന്തിൻ്റെ പേരിലാണ് കൗൺസിലർക്കെതിരെ നടപടി എടുക്കണമെന്ന് ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞത്? ഹൈക്കോടതിയിൽ പത്മരാജൻ്റെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് ജാമ്യം തള്ളണം, ജാമ്യം എടുത്തു കളയണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ അമ്മ ഒരു ഹർജി കൊടുത്തു. ആ ഹർജിയിൽ പോലീസിൻ്റെ അഫിഡാവിറ്റ് ഉണ്ടായി. ആ പോലീസിൻ്റെ അഫിഡാവിറ്റിലാണ് കൗൺസിലേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടി ഹബീച്വൽ ലയറാണ്, സ്ഥിരമായി നുണ പറയുന്നു, ഇമാജിനറിയിൽ സംസാരിക്കുന്നു, പലതും അവർ ഒരു ഇമാജിനറി ആയിട്ട് സംസാരിക്കുകയാണ്. അതുകൊണ്ട് ഈ കുട്ടി പറയുന്നത് വിശ്വാസത്തിലെടുക്കാൻ സാധ്യമല്ല എന്നുള്ളത് കൗൺസിലേഴ്സിൻ്റെ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് പോലീസാണ് അവിടെ സമർപ്പിച്ചത്. ആ റിപ്പോർട്ട് സമർപ്പിച്ചതിൻ്റെ പേരിലാണ് കൗൺസിലർക്കെതിരെ നടപടിയെടുക്കാൻ അതായത് പോക്സോ കോർട്ടിൻ്റെ പരിഗണനയില്ലാത്തൊരു വിഷയത്തിൽ പോക്സോ കോർട്ട് വിധി പറയുന്നേ.
അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കൗൺസിലർക്കെതിരെയുള്ള നടപടി, കൗൺസിലറുടെ വിഷയം പോക്സോ കോടതിൻ്റെ മുന്നിലില്ല. അത് ആ വിഷയത്തിൻ്റെ ഡോക്യുമെൻ്റ് ഒന്നും പോക്സോ കോടതിയിലില്ല. പിന്നെ എങ്ങനെ ജഡ്ജി ആ നിലപാടെടുക്കും? അപ്പോൾ ജുഡീഷ്യറിയെ തന്നെ സംശയത്തിലാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ജഡ്ജ്മെൻറ്റിൽ പോലും കടന്നുകൂടിയിരിക്കുന്നു. അപ്പോൾ ഇത് വളരെ ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ്. എന്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു പത്മരാജനെതിരെ എന്തുകൊണ്ട് ഇത്തരം ഗുരുതരമായ ആരോപണം? പത്മരാജൻ CAA പ്രക്ഷോഭത്തെ എതിർത്തു, പൗരത്വ നിയമത്തെ അനുകൂലിച്ചു. ഈ ഒറ്റ കാര്യമാണ്. ഇതുകൊണ്ട് ഇത്രയും വലിയൊരു വൈരാഗ്യം ഉണ്ടാവോ? അത് നമ്മൾ ആ കാലത്തെക്കുറിച്ച് മനസ്സിലാക്കണം, ആലോചിക്കണം. നമ്മുടെ കൺമുമ്പിൽ നടന്ന കാര്യങ്ങളാണത്. അന്ന് CAA പ്രക്ഷോഭത്തെ അനുകൂലിച്ച എത്ര പേർക്കാണ് തൊഴിൽ നഷ്ടപ്പെട്ടത്? മുസ്ലിം സ്ഥാപനങ്ങളിൽ നിന്നടക്കം ഹിന്ദുക്കളായിട്ടുള്ള ആളുകളെ, അല്ലെങ്കിൽ പൗരത്വ നിയമത്തെ അനുകൂലിച്ച ആളുകളെ എത്ര പേരെയാണ് പറഞ്ഞു വിട്ടത്? ഹിന്ദുക്കൾക്ക് ഈ കടയിൽ നിന്നും ഒന്നും നൽകുന്നതല്ല എന്ന് ബോർഡ് വെച്ച് പല സ്ഥലങ്ങളിലും. ചികിത്സ കൊടുക്കില്ല എന്ന് പറഞ്ഞു. നമ്മുടെ CPM-ൽ ഇപ്പോൾ നേതൃസ്ഥാനത്തിരിക്കുന്ന ഡോക്ടർ സരീൻ പാലക്കാട് ബോർഡ് വെച്ചു. അപ്പോൾ അത്രയും വിദ്വേഷാത്മകമായ ഒരു അന്തരീക്ഷം അക്കാലത്ത് നിലനിന്നിരുന്നു. ആ ഒരു വിദ്വേഷമാണ് പത്മരാജനോട് അവിടുത്തെ രക്ഷകർത്താക്കൾ എടുത്തത്. അവർ പറഞ്ഞു, ഞങ്ങളുടെ കുട്ടികളെ സ്കൂളിലേക്ക് വിടില്ല, ഈ അധ്യാപകൻ പഠിപ്പിക്കുന്ന സ്കൂളിലേക്ക് ഞങ്ങൾ വിടില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ PTA യോഗം ചേർന്ന് PTA-യുടെ സമ്മർദ്ദ ഫലമായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു പത്മരാജൻ. രത്നകുമാർ പറഞ്ഞത് അതോടുകൂടി ആ പ്രശ്നം തീർന്നു എന്നാണ്. രത്നകുമാറിൻ്റെ പോസ്റ്റിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതോടെ ആ പ്രശ്നം തീർന്നു. പ്രശ്നം തീർന്നില്ല. അതാണ് അറബിക് ടീച്ചറുടെ മൊഴിയിലുള്ളത്. അതായത് ഈ അധ്യാപകനെ ഏതെങ്കിലും കേസിൽപ്പെടുത്തി അകത്താക്കിക്കൂടെ എന്ന് ചോദിച്ചു എന്ന് അറബിക് ടീച്ചർ പറയുന്നുണ്ട്, ഒരു രക്ഷകർത്താവ് ചോദിച്ചതായിട്ട്. അത്രമാത്രം വിദ്വേഷം അധ്യാപകനോട് ഈ CAA പ്രക്ഷോഭത്തെ എതിർത്തതിൻ്റെ പേരിൽ, പൗരത്വ നിയമത്തെ അനുകൂലിച്ചതിൻ്റെ പേരിൽ അവിടുത്തെ മുസ്ലിം തീവ്രവാദികൾക്കുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ല, ആ സമയത്തുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ പലപ്പോഴും ശ്രദ്ധയപ്പെടേണ്ട കാര്യം, ഈ പത്മരാജനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്ന് വരെ പലരും പോസ്റ്റിട്ടിരുന്നു. ഈ പറയുന്ന തീവ്രവാദ സംഘടനകളിലെ പല ആളുകളും ആ സമയത്ത്. അല്ല, അത് അന്നത്തെ അന്തരീക്ഷം അതായിരുന്നു. പ്രത്യേകിച്ച് വളരെ വലിയ തോതിൽ മുസ്ലിം പോപ്പുലേഷനുള്ള ഒരു ഏരിയയിലാണ് പാലത്തായിലെ സ്കൂളിൽ ഈ പത്മരാജൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമാണ്, പത്മരാജൻ BJP-യുടെ പ്രവർത്തകനാണ്, പത്മരാജൻ സംഘപരിവാർ പ്രവർത്തകനാണ്. സർവോപരി പത്മരാജൻ CAA പ്രക്ഷോഭത്തെ അനുകൂലിച്ചുകൊണ്ട് പരസ്യമായി രംഗത്ത് വരികയും ചെയ്തു, പ്രക്ഷോഭത്തെ എതിർത്തുകൊണ്ട്, പൗരത്വ നിയമത്തെ അനുകൂലിച്ചുകൊണ്ട്. ഇത് മുസ്ലിം തീവ്രവാദികൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ആ ഒരു വൈരാഗ്യം ഒരു കൊച്ചുകുട്ടിയെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതറ്റം വരെയും പോകും ഞങ്ങൾ എന്നാണ് അതിലൂടെ തെളിയിക്കുന്നത്. ഇതൊരു തീവ്രവാദ അജണ്ടയാണ്. മാർക്സിസ്റ്റുകളും ജിഹാദികളും ഒരേ മോഡസ് ഓപ്പറാണ്ടിയാണ് ഇത്തരം കാര്യങ്ങളിൽ. അവരെ എതിർക്കുന്ന, അവരോട് വിയോജിപ്പുള്ള ആളുകളെ ഏത് തരത്തിലും അവരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത്. അതിന് സ്ത്രീപീഡനമാണെങ്കിൽ അങ്ങനെ, പോക്സോ ആക്ട് ആണെങ്കിൽ അങ്ങനെ, ഇപ്പോൾ ജാതി ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ. നമ്മൾ കണ്ടില്ലേ കേരള സർവകലാശാലയിലെ ഒരു അധ്യാപികയെ ജാതി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവർക്കെതിരെ കേസ് എടുത്ത് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കാൻ ശ്രമിച്ചത്. അവരെ എതിർക്കുന്നവരെ മുഴുവൻ, അത് കമ്മ്യൂണിസ്റ്റുകളുടെ സ്വഭാവമാണ്, അത് ജിഹാദികളുടെ സ്വഭാവമാണ്. ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ്. ഏത് തരത്തിലായാലും തങ്ങളോട് യോജിക്കാത്തവരെ, വിയോജിക്കുന്നവരെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം അവർ എല്ലാ അർത്ഥത്തിലും നടത്തുന്നു എന്നുള്ളതാണ് ഈ കേസ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പത്മരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടമായി, അദ്ദേഹം ജയിലിലായി, അതിനൊപ്പം തന്നെ വീടിൻ്റെ അവസ്ഥ, ഇതൊക്കെ വളരെ ദയനീയമായൊരവസ്ഥയിലാണ് കടന്നു പോകുന്നത്. അപ്പോൾ എത്രത്തോളം അദ്ദേഹത്തിനൊരു പിന്തുണ കിട്ടുന്നുണ്ട്? കാര്യം ഇതിപ്പോൾ കുറച്ച് കഴിഞ്ഞ് അന്വേഷണം കാര്യമായി നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കേസിൽ പത്മനാഭന് അനുകൂലമായ വിധി വരാനാണ് മേൽക്കോടതിയിൽ സാധ്യത കൂടുതലുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ അദ്ദേഹത്തെ ആഘോഷിച്ചുകൊണ്ട് കാര്യമില്ല. കാര്യം ഇത്രയും കാലമായിട്ട് അദ്ദേഹം അനുഭവിച്ച വ്യഥ, ഇതിനൊക്കെ ആര് മറുപടി പറയും? അല്ല, ഇതിനകത്ത് നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്. പത്മരാജന് എല്ലാ പിന്തുണയും അവിടുത്തെ ഹൈന്ദവ സംഘടനകളും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ നൽകുന്നുണ്ട്. പത്മരാജന് ആ ധൈര്യം അവിടെ നമ്മൾ നൽകുന്നുണ്ട്. കാരണം പത്മരാജൻ ഈ വിഷയത്തിൽ നിരപരാധിയാണ് എന്നുള്ള പൂർണ്ണ ബോധ്യം ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ട്. പക്ഷേ നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്. ഇപ്പോൾ ഈ കേസ് നമ്മൾ എടുത്തു നോക്കൂ. ഈ ജഡ്ജ് ഒരൊറ്റ ദിവസമാണ് ഡിഫൻസിൻ്റെ വാദം കേട്ടിട്ടുള്ളത്. സ്ഥലം മാറി വന്ന ജഡ്ജ് ആണ്. അതുവരെ നടന്ന വിചാരണയിൽ നടന്ന കാര്യങ്ങളൊന്നും അറിയില്ല ജഡ്ജിന്.
അതുവരെ നടന്ന വാദങ്ങളിൽ ഡിഫൻസ് അവതരിപ്പിച്ചത് എന്താണ്, പ്രോസിക്യൂഷൻ പറഞ്ഞത് എന്താണ്, സാക്ഷികൾ എന്ത് പറഞ്ഞു, ഇതിനെ സംബന്ധിച്ചൊക്കെ വായിച്ചറിവേ ഉള്ളൂ. ഡിഫൻസിൻ്റെ ഒരൊറ്റ ദിവസത്തെ വാദത്തിന് ശേഷം ദിവസങ്ങൾക്ക് ശേഷം ഏകപക്ഷീയമായിട്ട് ഒരു വിധി ഈ ജഡ്ജ് പറയുകയാണ്. ഇതെന്ത് നീതിയാണ്? ഇതെങ്ങനെ ശരിയാവും? അപ്പോൾ ഞാൻ ജുഡീഷ്യറിയെ കുറ്റപ്പെടുത്തുക എന്നുള്ള നിലയ്ക്കല്ല, പക്ഷേ ഇത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ അവിശ്വാസം ഉണ്ടാക്കില്ലേ ജുഡീഷ്യറിയെ സംബന്ധിച്ച്? പൊതുസമൂഹത്തിൽ ജുഡീഷ്യറിയെ സംബന്ധിച്ച് അവിശ്വാസം ഉണ്ടാക്കുന്ന നടപടികൾ അതിലുണ്ട് എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒരുപാട് പൊരുത്തക്കേടുകൾ, ഡിസ്പാരിറ്റീസ് ഈ കേസിൽ അതിജീവിത പറഞ്ഞ മൊഴികൾ, തെളിവുകളുമായിട്ട് യോജിക്കുന്നേയില്ല. എല്ലാം ഡേറ്റ് ഓഫ് ഒക്യുറൻസ് തെറ്റി, ഡേറ്റ് ഓഫ് പ്ലേസ് തെറ്റി, ഈ മറ്റേ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി എന്നുള്ളത് തെറ്റി. ഇതൊന്നും ഇനിയിപ്പോൾ ഞാൻ പറയാം, ഈ അതിജീവിത പറഞ്ഞ മൊഴി അനുസരിച്ചിട്ട് അവരുടെ നഗ്ന ഫോട്ടോ എടുത്ത് അമ്മയ്ക്ക് അയച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അമ്മയുടെ ഫോണും ഈ അയച്ചു കൊടുത്ത അധ്യാപകൻ്റെ ഫോണും ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കി. അങ്ങനെ അശ്ലീല ചിത്രങ്ങളൊന്നും കണ്ടെടുത്തിട്ടില്ല. എന്തേ രത്നകുമാർ അതിനെക്കുറിച്ച് മിണ്ടാത്തത്? രത്നകുമാർ അത് കണ്ടതായി നടിച്ചിട്ടില്ലല്ലോ. ഈ അശ്ലീല ഫോട്ടോ അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് കാണണ്ടേ? അത് റിട്രൈവ് ചെയ്തെടുക്കാൻ സാധിക്കണ്ടേ? റിട്രൈവ് ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ല. അങ്ങനൊരു ഇനി LSS ദിവസം ആണ് ഈ 2-ാം തീയതി, അന്നാണ് തന്നെ പീഡിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് ഫെബ്രുവരി 2-ാം തീയതിയുടെ കാര്യം പറയുന്നുണ്ട്. LSS 3-ാം തീയതി പോലെ തുടങ്ങുന്നത്. LSSൻ്റെ ക്ലാസ് 3-ാം തീയതി തിങ്കളാഴ്ചയാണ് ആരംഭിച്ചത്, 2-ാം തീയതി ഞായറാഴ്ചയാണ്. അത് തെറ്റി. എല്ലാം ഈ കുട്ടി പറഞ്ഞത് മുഴുവൻ തെറ്റാണെന്നേ, ഒന്നും പൊരുത്തപ്പെടുന്നില്ല. അതിനാണെന്ന് തോന്നുന്നു കോടതി പറഞ്ഞത്, കുട്ടിയായതുകൊണ്ട് അങ്ങനെ ഒരു ഡേറ്റിൽ തെറ്റുന്നത് ഒരു ഘടകമായി എടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അത് അവരുടെ ജുഡീഷ്യൽ വ്യൂ ആണ്. സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും ഈ കുട്ടി, എബോവ് ഇൻ്റലിജൻസ് ഉള്ളൊരു കുട്ടി ജനുവരി 26 എങ്ങനെ മാറും, റിപ്പബ്ലിക് ദിനം എങ്ങനെ മാറും, അത് പറയണ്ടേ? ശുചിമുറി എങ്ങനെ മാറും? സ്ഥലം തന്നെ മാറി. ഈ കുട്ടി പറയുന്നത് തന്നെ അധ്യാപകരുടെ ഈ മുറിയിൽ വെച്ച്, പിന്നീടുള്ള മൊഴിയാണ് പറയുന്നത്, അതായത് രത്നകുമാർ പറയുന്നത്, ആ മൊഴിയിൽ പറയുന്നത് എന്താ, തന്നെ കൈകൾ അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ മുണ്ടുപയോഗിച്ച് കെട്ടി, ഷോൾ ഉപയോഗിച്ച് വായ കെട്ടി, അതുകൊണ്ട് തനിക്ക് ഒച്ച വയ്ക്കാൻ സാധിച്ചില്ല. ഈ രത്നകുമാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അനുസരിച്ച് വായിച്ചോ, കുട്ടിയുടെ സമ്മതത്തോടെയാണിത് നടന്നത് എന്നാണ് അദ്ദേഹം, അതുകൊണ്ടാണ് ഒച്ച വയ്ക്കാതിരുന്നതെന്നാണ്. ഇളയമ്മയോ അമ്മയോ ആരോ ചോദിച്ചു, നിനക്ക് ഒച്ച വെച്ചുകൂടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ കെട്ടിയിരുന്നു എന്ന് കുട്ടി പറയുന്നതായിട്ട് പറയുന്നു. അപ്പോൾ അധ്യാപകൻ തുണിയില്ലാതെയാണോ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയത്? റഹീം ചോദിച്ചിട്ടുണ്ട്. തുണിയില്ലാതെയാണോ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി? ഈ 400 കുട്ടികൾ പഠിക്കുന്ന 40ഓളം അധ്യാപകരും അനധ്യാപകരുമുള്ള ഈ സ്കൂളിൽ അധ്യാപകൻ ബാത്റൂമിൽ നിന്ന് തുണിയില്ലാതെ ഇറങ്ങിപ്പോയോ? അപ്പോൾ ഇയാൾ പറയുന്നത് ഒരു കുട്ടി പേടിച്ചിട്ട് പറഞ്ഞതാണെന്നാണ്. കാരണം ഒച്ച വയ്ക്കാതിരുന്നതിൻ്റെ കാരണം തൻ്റെ കൈയും വായും മൂടി. അപ്പോൾ കുട്ടി നുണ പറയുന്നതിൽ വിദഗ്ധയാണെന്ന് അതിനർത്ഥം. ഇമാജിനറി ആയിട്ട് പറയുന്നതിലോ നുണ പറയുന്നതിലോ കുട്ടി വിദഗ്ധയാണ് എന്നല്ലേ അതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത്. രത്നകുമാർ പറയുന്നത് കുട്ടി ഇതിനോട് അനുകൂലമായിരുന്നു എന്നുള്ള ധ്വനി. നിങ്ങൾ ഇത് വായിച്ചു നോക്കൂ, ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. കുട്ടി ഈ പീഡിപ്പിച്ച ഇതിനോട് കുട്ടി സമ്മതമായിരുന്നു എന്ന് യഥാർത്ഥത്തിൽ ആ കുട്ടിയോട് ചെയ്യുന്ന അനീതിയാണത്. രത്നകുമാർ കുട്ടിയോട് ചെയ്ത അനീതിയാണ് സത്യത്തിൽ. രത്നകുമാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്, അതായത് വാദിഭാഗം പറയുന്നത് ഈ പീഡനം നടന്നത് കുട്ടിയുടെ സമ്മതത്തോട് കൂടിയിട്ടാണെന്നാണ്. ഇപ്പോൾ ബാത്റൂമിൽ വെച്ച് കുട്ടിയുടെ കൈയും കാലും ബന്ധിച്ചിരുന്നു, അധ്യാപകൻ്റെ തുണി ഉപയോഗിച്ച്, മുണ്ടുപയോഗിച്ച് കുട്ടിയുടെ കൈയും ഷാൾ ഉപയോഗിച്ച് കുട്ടിയുടെ വായും ബന്ധിച്ചിരുന്നു, അതുകൊണ്ടാണ് കുട്ടി നിലവിളിക്കാതിരുന്നത് എന്ന് പറയുമ്പോൾ വാദിഭാഗം പറയുന്നത് അത് തെറ്റാണ്, അങ്ങനെ ഒരു ഇതൊന്നും നടന്നിട്ടില്ല, കുട്ടിയുടെ സമ്മതത്തോടെയാണ് ഈ ഇത് നടന്നത്, അമ്മ വഴക്ക് പറയും ഉമ്മ വഴക്ക് പറയും എന്ന് പേടിച്ചിട്ടാണ് കുട്ടി തൻ്റെ കൈയും വായും ബന്ധിച്ചിരുന്നു എന്ന് മൊഴി കൊടുത്തത് എന്ന് വാദിഭാഗം പറയുന്നതായിട്ട് രത്നകുമാർ പറയുകയാണ്. അതെ. അപ്പോൾ
കുട്ടിയെ പോലും ഈ മോശമാക്കുന്ന, കുട്ടിയുടെ അന്തസ്സിനെ ഇടിച്ചു താഴ്ത്തുന്നത് ആരാണ് ഇവിടെ യഥാർത്ഥത്തിൽ? ആരാണ്? ഈ കുട്ടിയെ ഉപയോഗിക്കുകയാണ്. ഒരു കൊച്ചു കുട്ടിയെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ വിരോധം തീർക്കാൻ. ഇപ്പോൾ കുട്ടി സെക്ഷുവൽ അസൾട്ടിന് വിധേയമായി എന്ന് പറയുന്നുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ കുട്ടിക്ക് അങ്ങനെ സെക്ഷുവൽ അസൾട്ടിന് വിധേയമായി എന്ന് കുട്ടി ഒരിടത്തും ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയി, പല ഡോക്ടർമാരെ കാണാൻ ഇത് കാര്യങ്ങളൊന്നും ബോധിപ്പിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഡോക്ടർ പറയുന്നുണ്ട് കുട്ടിയുടെ പ്രൈവറ്റ് പാർട്ടിൽ ഫംഗൽ എഫക്റ്റ് ഉണ്ടായാൽ, ഫംഗസിൻ്റെ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സ്ക്രാച്ചുകൾ വരാം എന്ന് പറയുന്നുണ്ട്. അവിടെ ഒന്നും കുട്ടി തനിക്ക് ഇത്തരത്തിലുള്ള ഒരു പീഡനം നടന്നതായിട്ടോ തനിക്ക് ബുദ്ധിമുട്ടുണ്ടായതായിട്ടോ ഒന്നും കുട്ടി പറഞ്ഞിട്ടില്ല. ഈ ഡോക്ടേഴ്സിനോടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഇതെല്ലാം നമുക്ക് കാണുന്നത് എന്താണ്? ഇതൊക്കെ രത്നകുമാർ മറച്ചു വെച്ചിട്ടാണ് CPM-ന്റെ താല്പര്യപ്രകാരം, CPM-ന്റെ തിട്ടൂരമനുസരിച്ച് പോലീസ് അസോസിയേഷൻ്റെ ചുമതല, CPM-ന്റെ പോലീസ് അസോസിയേഷൻ്റെ ചുമതല വഹിച്ചിരുന്ന ആളാണ് രത്നകുമാർ. ഇയാളുടെ ടീമിലെ അംഗങ്ങൾ മുഴുവൻ CPM പോലീസ് അസോസിയേഷനിലെ അംഗങ്ങളായിരുന്നു. അവർ ആസൂത്രിതമായി കെട്ടിച്ചമച്ച ഒരു കേസ്, അതായത് മുസ്ലിം തീവ്രവാദികളെ തൃപ്തിപ്പെടുത്താൻ CPM കെട്ടിച്ചമച്ചൊരു കേസ് ഷൈല ടീച്ചർ നേരിട്ട് ഇടപെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഷൈല ടീച്ചറുടെ താല്പര്യമനുസരിച്ച് ഗസ്റ്റ് ഹൗസിൽ പ്രത്യേക യോഗം ചേർന്നാണ് ഈ രത്നകുമാറിനെ ഉദ്യോഗസ്ഥനായിട്ട് നിശ്ചയിക്കുന്നത്. ഷൈല ടീച്ചറുടെ താല്പര്യമനുസരിച്ചിട്ടാണ് ഈ രത്നകുമാർ ഉദ്യോഗസ്ഥനായിട്ട് വരുന്നത്. ഇതെല്ലാം വളരെ പകൽ പോലെ വ്യക്തമാണ്. പത്മരാജനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് CPM-ന് കിട്ടും എന്നുള്ള ആഗ്രഹം കൊണ്ട്. ഇത് വളരെ ആസൂത്രിതമാണ്. ഇത്തരം കേസുകൾ ആവർത്തിക്കും ഇനിയും എന്നുള്ളതാണ് നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ടത്. ഭരണം കയ്യിലുള്ളവർ, അധികാരം കയ്യിലുള്ളവർ, രാഷ്ട്രീയപരമായി എതിർഭാഗത്ത് നിൽക്കുന്നവരെ ഈ തരത്തിൽ കുട്ടികളെ പോലും ഉപയോഗിച്ചുകൊണ്ട് നേരിടുന്നു എന്നുള്ളത് നമ്മുടെ കേരളത്തിൽ ഇന്നിപ്പോൾ നമ്മൾ വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കൂടുതൽ ഇനിയിപ്പോൾ അന്വേഷണങ്ങൾ എന്നുള്ളതിനപ്പുറം ഹൈക്കോടതിയിലെ നെക്സ്റ്റ് കോടതിയിലേക്ക് എത്തുന്ന സമയത്ത് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ. തീർച്ചയായിട്ടും. പിന്നെ ഇത്തരം വിഷയങ്ങൾ, അതായത് ഇങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങൾ മനഃപൂർവ്വം കൊടുക്കാനുള്ള ശ്രമങ്ങൾ, ഇതൊക്കെ ഒരു പോക്സോ ആക്ടിൻ്റെ പരിധിയിൽ വരുമ്പോൾ അതിനെപ്പറ്റി ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു ചിന്ത ആവശ്യമാണ് എന്നുള്ളത് അത് അദ്ദേഹവും പറയുന്നുണ്ട്, റഹീമും പറയുന്നുണ്ട്, അദ്ദേഹവും പറയുന്നുണ്ട്. അല്ല, സുപ്രീം കോടതി തന്നെ ഈ ഇത്തരം കേസുകളെ സംബന്ധിച്ച് ഗൗരവമായിട്ട് ആലോചിച്ചിട്ട് അന്വേഷിച്ചിട്ട് വേണം കേസ് രജിസ്റ്റർ ചെയ്യാൻ എന്ന് പലതവണ പറഞ്ഞു കഴിഞ്ഞു. ഈ അടുത്ത കാലത്താണ് സുപ്രീം കോടതി പോക്സോ ആക്ടിനെ കുറിച്ച് ഗൗരവമായിട്ട്, പോക്സോ ആക്ട് വളരെ അത്യാവശ്യമാണ്, അതിൽ സംശയമില്ല, പക്ഷേ അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നു. ഇപ്പോൾ SC/ST അട്രോസിറ്റീസ് ആക്ട് മിസ്യൂസ് ചെയ്യപ്പെടുന്ന പോലെ ഈ പറയുന്ന പോക്സോ ആക്ട് വളരെ വലിയ തോതിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഒരു ഗൗരവമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സത്യത്തിൽ ആ നിയമത്തെ ദുർബലപ്പെടുത്തുന്ന തരത്തിലാണ് ദുരുപയോഗം നടക്കുന്നത്. ആ നിയമം അനിവാര്യമാണ്, പക്ഷേ ആ നിയമത്തെ ദുർബലപ്പെടുത്തുന്നു. അപ്പോൾ അതുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായിട്ട്, ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ അതാണ് ചെയ്തത്. അപ്പോൾ അവരെല്ലാം കൊള്ളരുതാത്തവർ ആരൊക്കെ? അവിടെ കേസ് അന്വേഷിച്ച ആദ്യം CI ആയിരുന്ന ശ്രീജിത്ത്, അതിനുശേഷം ഫൈസൽ അലി, ഈ അബ്ദുൾ റഹ്മാൻ, അദ്ദേഹം പൊയിലൂർ കേസ് അന്വേഷിച്ച ആളാണ്, അബ്ദുൾ റഹ്മാൻ DYSP. പിന്നെ ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം, IPS ഉദ്യോഗസ്ഥ രേഷ്മ രമേശനടക്കമുള്ള IPS ഉദ്യോഗസ്ഥ, അവരെല്ലാം ഈ പറയുന്ന രീതിയിൽ ഈ കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിന്നാണോ? അവരെല്ലാം ആദ്യത്തെ പ്രോസിക്യൂട്ടർ ശശീന്ദ്രൻ. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കൺമുമ്പിൽ കാണുന്നത് ഈ കുട്ടിയെ ഉപയോഗിച്ചുകൊണ്ട് ഈ മത തീവ്രവാദ സംഘം. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഈ രത്നകുമാർ എന്തുകൊണ്ട്, ഞാൻ വളരെ കൃത്യമായിട്ട് പറയുകയാണ്, എന്തുകൊണ്ട് രത്നകുമാർ ഈ FIR ഇട്ട് ആദ്യത്തെ ദിവസം FIR ഇട്ട 17/1/2020 FIR ഇട്ടതെന്നാണ് എൻ്റെ ഓർമ്മ. പിറ്റേ ദിവസം മുതൽ ഈ പെൺകുട്ടി സ്ഥിരമായി പഠിക്കാൻ പോകുന്ന മദ്രസയുണ്ട് അവിടെ, ഈ അതിജീവിത സ്ഥിരമായി പഠിക്കാൻ പോകുന്ന മദ്രസ, ആ മദ്രസയിലെ ഉസ്താദ് പിറ്റേ ദിവസം മുതൽ കാണുന്നില്ല, അയാൾ മുങ്ങി. എന്തുകൊണ്ടാണ് ആ ഉസ്താദ് മുങ്ങിയത്, എന്താണ് കാരണം എന്നതിനെക്കുറിച്ച് രത്നകുമാർ അന്വേഷിച്ചിട്ടുണ്ടോ? മദ്രസയിൽ നിന്നാണല്ലോ പീഡനങ്ങൾ ഏറ്റവും കൂടുതൽ പുറത്തു വരുന്നത്. എനിക്കറിയാം, തലശ്ശേരിയിലെ
പോക്സോ കോടതി 21 കുട്ടികൾ പരാതിക്കാരായിട്ടുള്ള 21 പോക്സോ കേസുകൾ, അവിടെയുള്ള മാനാത്തേരിയിലെ തൻവിരുളിൽ മദ്രസയിലെ 2 ഉസ്താദുമാർക്കെതിരെ 21 കുട്ടികളാണ് പരാതി, 21 കേസുകൾ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽ ചെയ്തു. അപ്പോൾ ഇന്നത്തെ വാർത്തയുണ്ട്, ഒരു മദ്രസാ പീഡനത്തിൻ്റെ ഇന്ന് പുറത്തു വന്നൊരു വാർത്തയുണ്ട്. അപ്പോൾ അതുപോലെ ഒരു പീഡനമാണോ ഇത് എന്ന് അന്വേഷിക്കേണ്ടതായിരുന്നില്ലേ? എന്തുകൊണ്ട് രത്നകുമാർ അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല? ഈ കുട്ടി പോകുന്ന മദ്രസയിലെ ഉസ്താദ് എന്തുകൊണ്ടാണ് ഒളിച്ചോടിയത് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ? എന്തുകൊണ്ട് അന്വേഷിക്കാത്തത്? ഇതും വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.